കാഫ് സ്ക്രീൻഷോട്ട് കേസിലെ രണ്ടാം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് SIT. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി മനോഹരൻ മുൻപാകെ ഹാജരാവാനാണ് നോട്ടീസ് നൽകിയത്. PS രഞ്ജിത്തുടെ വിശദാംശങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, ഈ കേസിൽ റിവേഷിന് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതാണ്. എന്തായാലും വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം, അല്ലേ? ശ്രുതി ഷിഹാസ്, ഈ കേസിൽ റിവേഷ് രാമകൃഷ്ണൻ രണ്ടാമത്തെ പ്രതിയാണ്. ജിതിൻ, ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ജിതിൻ അയച്ചു നൽകിയ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് റിവേഷ് രാമകൃഷ്ണന്റെ പേരിലുള്ള കേസ്. റിവേഷിനെതിരെ കേസെടുക്കും എന്ന സ്ഥിതി വന്നതോടുകൂടി റിവേഷ് കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിവേഷിനോട് പോലീസിന് മുമ്പാകെ, അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. അടുത്ത ഉപാധികളോടുകൂടിയാണ് റിവേഷിന് കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ ബോണ്ടും 2 തവണയെങ്കിലും മാസത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന വ്യവസ്ഥയോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നിപ്പോൾ റിവേഷിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് നോട്ടീസ് നൽകി വിളിപ്പിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജിതിനിലേക്ക് തന്നെയാണ് അന്വേഷണം പൂർണ്ണമായും എത്തുന്നത്. ഇതിന്റെ ഉറവിടം ജിതിനിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ടൈം ലൈൻ അനുസരിച്ചുള്ള പരിശോധനയിൽ പോലീസ് കണ്ടെത്തുന്നത്. കാരണം ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ ടൈം ലൈൻ അത് മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായി കണ്ടെത്തിയത് ജിതിന്റെ ഫോണിൽ തന്നെ ആകണം എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തൽ. ജിതിൻ ഫോണ് റീസെറ്റ് ചെയ്ത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജിതിന്റെ ഫോണ് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൂടുതൽ വിദഗ്ധമായ ഫോറൻസിക് പരിശോധന നടത്തണം എന്നും പോലീസ് പറയുന്നുണ്ട്. അതിനായി ഫോണ് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. റിവേഷ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു, വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് റിവേഷിന്റെ പേരുള്ള കുറ്റം. റിവേഷിനെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. ശരി, PS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകി.